ഭർത്താവിനെ കൊല്ലാൻ കാമുകന് കൊട്ടേഷൻ കൊടുത്ത ഭാര്യ. മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിലെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞിരിക്കുകയാണ്. പ്രതി ഭാര്യയായിട്ടുള്ള സോനം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും നമ്മളെല്ലാവരും ആദ്യഘട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തന്നെ തോന്നി. പക്ഷേ കവർച്ച നടത്തി, അല്ലെങ്കിൽ ഈ രാജാ രഘുവംശിയുടെ ആഭരണങ്ങൾ കവർന്ന് സോനത്തിനെയും ആവശ്യനിലയിലാക്കിക്കൊണ്ട് മോഷ്ടാക്കൾ നടത്തിയ ഒരു കൊലപാതകമാണെന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷനും പോയത്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട്, രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട്, ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊട്ടേഷൻ, അതും ഭാര്യ തന്നെ കാമുകനൊപ്പം ജീവിക്കാനായി ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു. അതും ഹണിമൂൺ ഹൊറർ എന്നാണ് ഇതിന്റെ ഒരു ടാഗ്ലൈൻ വന്നിരിക്കുന്നത്. വാർത്തകളെല്ലാം ഭയങ്കര പ്രമാദമായ ഒരു നാഷണൽ വാർത്തയായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ മെയ് 23 ഇവർ ഹണിമൂണിന് പോകുന്നത്. അതിനുശേഷം കാണാതാകുമായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കോൾ ചെയ്തതിനു ശേഷം കാണാതാകുമായിരുന്നു. മേഘാലയ ചിറാപുഞ്ചിയിലാണ് ഇവർ ഹണിമൂണിന് പോയത്. ഇവർ പ്ലാൻ ചെയ്തിരുന്ന, ഹസ്ബൻഡ് പ്ലാൻ ചെയ്തത്, അതായത് രാജാ രഘുവംശി പ്ലാൻ ചെയ്തിരുന്നത് കാശ്മീർ പോകാനാണ്. പക്ഷേ ഈ സോനം രഘുവംശി അത് മനഃപൂർവ്വം മാറ്റുകയായിരുന്നു. കൂട്ടത്തിൽ 3 വാടക കൊലയാളികൾ കൊണ്ടുപോയിരുന്നു കേട്ടോ. നമ്മൾ പിള്ളേരെയും മറ്റേ പെട്ടിയും ഇതൊക്കെ കൊണ്ടുപോകുന്നാലും 3 വാടക കൊലയാളികളുടെ കൂട്ടത്തിലാണ് കൊണ്ടുപോയത്. എന്തായാലും ഇവർ വലിയൊരു ബിസിനസ് ഫാമിലി ആയിരുന്നു. ആക്ച്വലി ഇവര് പരസ്പര സമ്മതത്തോടെ വിവാഹം കഴിച്ചെന്നാണ് ഇപ്പൊ വീട്ടുകാർ പറയുന്നത്. സമ്പന്ന കുടുംബമാണ്. രണ്ടുപേരുടെയും അത്യാവശ്യം ഹസ്ബൻഡിന്റെ അതിസമ്പന്നനാണ് പുള്ളി. കാരണം അദ്ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളെ തന്നെ 10 ലക്ഷം രൂപ വിലമതിക്കുന്ന വജ്രാഭരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിട്ടുകൊണ്ട് പോകുന്ന എന്തിനാന്ന് വീട്ടുകാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭാര്യയോട് ഭയങ്കരമായ സ്നേഹമായിരുന്നു പുള്ളിക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വിവാഹം കഴിച്ചത്. നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ പോലെ നിൽക്കുന്നു. അപ്പോഴും ഈ പെൺകുട്ടിക്ക് ഈ ഒരു സോനം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന അക്കൗണ്ടന്റ് ആയിട്ടോ എന്തോ ജീവനക്കാരായിട്ടോ വർക്ക് ചെയ്തിരുന്ന ഈ കൊലയാളി എന്ന് പറയുന്നവന്റെ കാമുകൻ വർക്ക് ചെയ്തിരുന്നതാണ്. പ്രണയബന്ധം ഉണ്ടായിരുന്നതാണ്. 7 വർഷമായിട്ടുള്ള പ്രണയം അടുപ്പമായിരുന്നു എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ഈ വിവാഹത്തിൽ നിന്ന് നമുക്ക് പിന്മാറിയ പോരായിരുന്നു. എന്തിനാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തു കളഞ്ഞെന്ന് ചോദിച്ചാൽ വീട്ടുകാരെ കൂടെ ബ്ലെയിം ചെയ്യേണ്ടി വരും. കാരണം അവർ നിർബന്ധിച്ച് നമുക്ക് ആ വീഡിയോ ഫുട്ടേജ് ഒക്കെ നോക്കുമ്പോൾ ജയ് ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെ മുഖം വല്ലാതെ വിവരണം എന്ന് വെച്ചാൽ ഒരു കലിപ്പ് ലുക്കിലാണ് ഈ പുള്ളിക്കാരത്തി ഇരുന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വാർത്തകൾ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത് ജയ് പറഞ്ഞ അതേ കേസ് തന്നെയാണ്. ഇത്രയും ആഭരണങ്ങളൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു കപ്പിളല്ലേ, അവരെ തട്ടിക്കൊണ്ടുപോയി ഈ പെൺകൊച്ചിനെ വേണമെങ്കിൽ ഒന്ന് റേപ്പ് ചെയ്യുകയോ അബ്ഡക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ട് അയാളെ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവുമെന്ന് ആദ്യം അയാളുടെ ശവശരീരമാണല്ലോ കൊക്കയിൽ നിന്ന് കിട്ടുന്നത്. ഇവരുടെ ചോരപുരയുടെ ഡ്രസ്സുകളും എല്ലാം അടുത്തുനിന്ന് കിട്ടിയപ്പോൾ പോലീസുകാർ ഉറപ്പിച്ചു എന്തായാലും കൊന്നിട്ടുണ്ടാവും. അഴുകിയ നിലയിലാണ് രാജായുടെ ഈ രഘുവംശിയുടെ ബോഡി കിട്ടിയത്. സഹോദരനാണ് തിരിച്ചറിയുന്നത്. സത്യം പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ട് മാസങ്ങളായിട്ടുള്ള പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ് ഈ പറയപ്പെടുന്ന സോനം അവിടെ നടത്തിയത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഭയങ്കര പ്രമാദമായ കേസുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ, ഇതുപോലുള്ള കേസുകളൊക്കെ. പക്ഷേ അതിൽ കുറേ കാലത്തിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒട്ടാകെ ഞെട്ടിച്ചൊരു ഹണിമൂൺ ഹൊറർ എന്ന ഒരു ടാഗ്ലൈൻ ഇട്ട് വരുന്നൊരു കേസാണ്. എല്ലാ നാഷണൽ മീഡിയയിലും ഭയങ്കര വാർത്തകളാണ്. സത്യത്തിൽ വല്ലാതെ പേടി തോന്നിയ ഒരു മനസ്സ്, ഇവരുടെയൊക്കെ മനസ്സ് എന്താണല്ലേ, മുഖം വളരെ സുന്ദരം. ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറഞ്ഞ പോലെ ഈ അഴകുള്ള മനസ്സിൽ അഴകുള്ള ഒരു ഹൃദയമില്ലെന്ന് തോന്നുന്നല്ലേ ജയ്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്കാൻ രാജ്യം ഒന്നാകെ നടുങ്ങിയ ഒരു കേസിനൊപ്പം തന്നെ ഈ ഹണിമൂൺ യാത്രയ്ക്കിടെ വളരെ ആസൂത്രിതമായി ഭർത്താവിനെ കൊല്ലുന്ന ഒരു കേസ് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ കാമുകന് കൊട്ടേഷൻ കൊടുത്ത് ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടുള്ള കേസുകൾ, സ്ത്രീകൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഹണിമൂൺ യാത്ര, അത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഒരു യാത്ര. ഇൻഡോർ സ്വദേശിയായിട്ടുള്ള രാജാ രഘുവംശിക്ക് ശാരിക പറഞ്ഞ കണക്ക് കാശ്മീരോ അല്ലെങ്കിൽ അതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ മേഘാലയ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര എത്തിച്ചത് പോലും സോനത്തിന്റെ പ്ലാനായിരുന്നു. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു രാജാ രഘുവംശിയോട്, എന്തിനാണ് നീ മധുവിനൊക്കെ പോകുമ്പോഴത്തേക്ക്, ഹണിമൂൺ പോകുമ്പോഴത്തേക്കും ഇത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഭരണങ്ങൾ ഇട്ട് പോകേണ്ട ആവശ്യം എന്താണ്? ഈ സ്വർണവും ഡയമണ്ടുകളും ഒക്കെ ഉള്ള കുറച്ചധികം ആഭരണങ്ങൾ രാജയുടെ ദേഹത്തുണ്ടായിരുന്നു. ഏതാണ്ട് 10 ലക്ഷം രൂപയോളം വില മതിക്കും. അതും ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭാര്യ പറഞ്ഞു, ഏതെങ്കിലും രീതിയിൽ സ്നേഹപൂർവ്വം പറഞ്ഞു കാണും, നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ്. പാവം രാജ അതിൽ വീണുപോയി വിശ്വസിച്ച് ഇങ്ങനെ ആ മാലയും ആഭരണങ്ങളും ഒക്കെ ഇട്ടാണ് യാത്ര തുടങ്ങിയത്. എന്തായാലും ഈ കഴിഞ്ഞ മെയ് 11 ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം 19 വരെ ഇവർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഏകദേശം ഒരാഴ്ചയോളം വീട്ടിൽ കഴിഞ്ഞു. 20 വീട്ടിൽ നിന്ന് മേഘാലയയ്ക്ക് യാത്ര തിരിച്ചു. 21 മേഘാലയയിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് അല്പ ദിവസത്തിനകം സ്ഥിരമായിട്ട് അവർ ഈ അപ്ഡേഷൻസ് ഒക്കെ വീട്ടിലേക്ക് വിളിച്ച് പറയുമായിരുന്നു. മധുവിധമാണല്ലോ, സ്വാഭാവികമായിട്ട് വീട്ടുകാർ വിളിക്കും, തിരിച്ചവരും കോൺടാക്ട് ചെയ്യും. പക്ഷേ 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു. അതായത് 2 ദിവസമായിട്ട് ഇവരെ പറ്റി യാതൊരു അറിവുമില്ല. രണ്ടുപേരുടെ മൊബൈലിലേക്കും വീട്ടുകാർ മാറി മാറി വിളിച്ചിട്ടും ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചക്കടുത്ത് അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടത്തിൽ മലയിടുക്കിൽ വെച്ചിട്ട് രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. പക്ഷേ ആ സമയത്തും സോനം എവിടെയാണെന്നുള്ളത് പോലീസിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ആഭരണങ്ങൾ അയാളുടെ ദേഹത്തുണ്ടായിരുന്നില്ല. ആഭരണങ്ങൾ മോഷ്ടിച്ച് ഏതെങ്കിലും രീതിയിൽ ഇനി സ്ത്രീയെ
കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭാര്യയും ആവശ്യ നിലയിലാക്കിയിട്ട് ഇവർ ആഭരണങ്ങൾ കൊണ്ട് ഈ കൊലയാളികൾ അല്ലെങ്കിൽ മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു എന്നാണ് ആദ്യം പോലീസ് കരുതിയത്. ഈ സമീപ ദിവസം എന്തായാലും അവിടെ തന്നെ ഒരു ധാബയിൽ വെച്ചിട്ട്, അറിയാം ധാബ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദക്ഷിണേന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ഈ പറഞ്ഞ പോലത്തുള്ള വഴിയോര തട്ടുകടകൾ അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന വലിയ ധാബകൾ, അവിടെ അവശ്യ നിലയിലായിട്ടുള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ അവിടുത്തെ റെസ്റ്റോറന്റ് ഓണർ കാണുകയാണ്. ഉത്തർപ്രദേശ് വെച്ചിട്ടാണ്. അതെ. അപ്പൊ അവിടെ വെച്ചിട്ട് തനിക്ക് തന്റെ വീട്ടുകാരെ വിളിക്കണമെന്ന് ഈ ധാബയുടെ ഓണറോട് പറയുകയും മൊബൈൽ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സംശയം തോന്നിയ ഈ വ്യക്തി തന്നെയാണ് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് ഈ സോനത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്ത് സോനം ഈ ഒരു കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതായത് തൻ്റെ കാമുകനൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് കാമുകനും അവർ തന്നെ ഏർപ്പാടാക്കിയ 3 വാടക കൊലയാളികളുമാണ് ഈ ഒരു പദ്ധതി കംപ്ലീറ്റ് ചെയ്ത്, അതായത് രാജയെ ഇല്ലാതാക്കിയതെന്നുള്ളത് എത്ര ക്രൂരമായ ഒരു എത്ര ക്രൂരമായ ചിന്താഗതികളല്ലേ ഇത്. സത്യത്തിൽ ഇവള് പിടിക്കപ്പെടാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഉത്തർപ്രദേശിൽ എത്തിയതെന്ന ഈ ധാബക്കാരന്റെ ചോദ്യത്തിന് ഇവർക്ക് കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. ഓർമ്മയില്ലാതെ ഒരാൾ മേഘാലയ എന്ന ഒരാൾ ഉത്തർപ്രദേശിൽ എത്തണമെങ്കിൽ ചില്ലറ കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഉരുണ്ട് കളിച്ചു. അത് രണ്ടാമത്തെ ഫസ്റ്റ് മൊഴി വഴിത്തിരിവായത് ഗൈഡിന്റെയാണ്. ഗൈഡ് പറഞ്ഞത് ഈ 2 പേരോടൊപ്പം തന്നെ 3 ചെറുപ്പക്കാരെ കണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവരോടൊപ്പം സംസാരിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. ഫ്രണ്ടില് ഈ രാജയോടൊപ്പം 3 പേര് നടന്നു പോകുന്നു. ഇവർ 4 പേര്, രാജ, ബാക്കിയുള്ള 3 പേര്. 3 പേരിൽ ഒരാള് ഈ ഇവരുടെ കാമുകനാണ്. പുറകിൽ ഈ പറയുന്ന സോനവും പോകുന്നുണ്ടായിരുന്നു എന്നാണ് ഗൈഡ് മൊഴി നൽകിയത്. അപ്പൊ അതൊരു വഴിത്തിരിവായി മാറി. അതിനുശേഷമാണ് ഈ ധാപക്കാരന്റെ മൊഴി എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു പിടിക്കപ്പെടുമെന്ന്, രാജ്യം വിടാനൊന്നും പറ്റത്തില്ലെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സോനം. പിന്നെ എന്തിനായിരിക്കും അവൾ ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് സറണ്ടർ ആയെന്ന് ചോദിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് കാമുകനുമായിട്ട് ഏതെങ്കിലും ഇതിലുള്ള ചർച്ച ഉണ്ടാവുകയും അറിയില്ല. ആ കാമുകന്റെ മുഖം ഒന്ന് കാണണം കേട്ടോ. സത്യത്തിൽ ഈ പെമ്പിള്ളാർക്കൊക്കെ കണ്ണിൽ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. പുറമേയുള്ള സൗന്ദര്യം അല്ലെങ്കിൽ പോലും ഒരു ഫ്രോഡ് ലുക്കുള്ള, ഫ്രോഡ് ചിന്താഗതിയുള്ള ഒരുത്തൻ സ്വാഭാവികമായിട്ടും ഇയാളോട് കാര്യം വിളിച്ചു പറഞ്ഞ് വേണമെങ്കിൽ 2 പേർക്ക് ഒളിച്ചോടി പോകാമായിരുന്നു. പകരം ചെയ്തത് തീർച്ചയായിട്ടും നമ്മളും അതേ പറയുന്നുള്ളൂ. പറഞ്ഞ പോലെ ഒന്നുകിൽ കല്യാണത്തിന് മുന്നെങ്കിലും നീതികേട് കാണിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത് കണക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുക എന്നതിന് പകരം ആ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ പോലെ ഏതെങ്കിലും രീതിയിൽ അവരോടൊക്കെ പറയുകയോ അല്ലെങ്കിൽ കൂടെ ഒപ്പം താമസിക്കാനായിട്ട് താല്പര്യമില്ല. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല, ഡൈവോഴ്സ് മേടിച്ച് പോകാനല്ലല്ലോ താല്പര്യം. ഇവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ സർവ്വ സ്വത്തുക്കളും അടിച്ചു മാറ്റി കാമുകനൊപ്പം സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ള കാര്യം. അപ്പൊ അതിന് കൃത്യമായിട്ട് പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഈ സോനത്തിന്റെ ചിന്ത പോയത്. എന്തായാലും അങ്ങേയറ്റം രാജ്യത്ത് നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു. സമാനമായിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു എവിടെയോ ആസൂത്രണം പാളിപ്പോയി. എനിക്ക് ഈ കൊലപാതകത്തിന് ശേഷം അതുവരെ കൃത്യമായ പ്ലാനിങ് കൂടി ചെയ്തു. കാരണം ഇപ്പോഴും സോനത്തെ ചോദ്യം ചെയ്യുന്ന അപ്ഡേറ്റ്സ് വരുന്നത് തെളിവുകളുടെ അഭാവം ഉണ്ടെന്നാണ് പറയുന്നത്. സോനം ചെയ്തു അല്ലെങ്കിൽ സോനത്തിന് പ്രതിയാക്കാനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. സോനം സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സോനമാണ് കുറ്റക്കാരി എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ക്രൂഷ്യൽ എവിഡൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അവൾ അതിബുദ്ധിമതിയാണ് ഇയാളെ ഇങ്ങനെ. അപ്പൊ വെൽ പ്ലാൻഡ്, അത് അതിനകത്ത് പറയുന്നുണ്ട് മാസങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഒരു നടപ്പിലാക്കലായിരുന്നു ഈ ഒരു മർഡർ എന്നുള്ളത്. എന്തായാലും പോലീസും അതേ കണക്ക് തന്നെ SDRFും, അതായത് ആ സമയത്ത് മേഘാലയയിലൊക്കെ വലിയ രീതിയിലേക്ക് മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ മഴവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലോ ഒക്കെ പെട്ട് ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൽ പോലീസിനോടൊപ്പം അവിടുത്തെ തന്നെ ദുരന്ത നിവാരണ സേന അടക്കം ഇറങ്ങി തിരയുന്നൊരവസ്ഥ ഉണ്ടായി. മലയിടുക്കിൽ നിന്ന് വളരെ വികൃതമായ രീതിയിൽ പറഞ്ഞു നടക്കാൻ ഏതാണ്ട് ഒരാഴ്ചയോളം പഴക്കമുള്ള രീതിയിലായിരുന്നു രാജ്യം. അതെ, കൊന്നു കൊക്കയിൽ എറിഞ്ഞു. അത് തന്നെ, അതായത് ദേഹത്തിൽ പറഞ്ഞു നടക്കാൻ മാരകമായിട്ടുള്ള മുറിവുകളും വെട്ടേറ്റ പാടുകളും മുൻപിലും ബാക്കിലും ആഴത്തിൽ വെട്ടേറ്റ പാടുകളാണുള്ളത്. ഒരു ആയുധമായിട്ടൊക്കെയാണ് പോയത്. അത് തീർച്ചയായിട്ടും കൊല്ലാനായിട്ട് തന്നെയാണല്ലോ കൊണ്ടുപോയത്. എന്തായാലും അതിക്രൂരമായ ഒരു മനസ്സിനുടമയാണ് സോനം എന്ന് മനസ്സിലാക്കാം. എന്ത് തന്നെയായാലും ഹണിമൂൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ ആൾക്കാരുടെ ഒരു സുന്ദര നിമിഷങ്ങൾ, ജീവിത അവസാനം വരെ ഓർത്തു വയ്ക്കാൻ പറ്റുന്ന സുന്ദര നിമിഷങ്ങൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്നത്. അത് ഏതൊരു നവവരനും വധു, അതല്ലെങ്കിൽ ദമ്പതികളായ ന്യൂലി വെഡഡ് ആയിട്ടുള്ള ഏതൊരാളുടെയും ഒരു അസുലഭ നിമിഷങ്ങളാണ് അല്ലേ നമ്മൾ പരസ്പരം മനസ്സിലാക്കാനും മറക്കാൻ ആഗ്രഹിക്കാത്ത ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിൽ, ദാമ്പത്യത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളിലൊന്നാണ് ഹണിമൂൺ എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എന്തായാലും ഈ പറയപ്പെടുന്ന നമ്മുടെ രാജ രഘുവംശിക്ക് ഒരിക്കലും അതൊരു സുന്ദരമായിരുന്നില്ല. അത് അദ്ദേഹത്തിന് ജീവൻ എടുക്കുന്ന ഹണിമൂൺ. അതുകൊണ്ട് തന്നെ ഹണിമൂൺ ഹൊറർ എന്നാണ് വാർത്താ മാധ്യമങ്ങൾ ഇതിനെ ആ ഒരു പേരിട്ട് വിളിക്കുന്നത്. ഒരു പക്ഷേ ഇത് എനിക്കൊന്നു ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഹണിമൂണിനിടയ്ക്ക്. അതായത് സമാനമായിട്ടുള്ള കേസുകളിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളീയർ ഓർക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ BJP പ്രവർത്തകനായിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സന്തോഷ് എന്ന് പറഞ്ഞ ആൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നൊരു കേസായിരുന്നു. അത് അയാൾ അതിനു മുമ്പേ ഫേസ്ബുക്കിലൊക്കെ കുറിപ്പിട്ടിരുന്നു.
നമ്മളത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ഇയാളുടെ ഭാര്യയാണ് അതൊന്ന്. നിന്നെ ഞാൻ അതായത് വിട്ടുകൊടുക്കില്ല എന്നെ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ പെണ്ണ് പറഞ്ഞല്ലേ ഞാൻ വായിച്ചിരുന്നു, നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോക്കേതി നിൽക്കുന്ന ചിത്രം തന്നെ ഈ പ്രതി കൊലപാതകത്തിന് മുൻപേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ചെറിയ ദുരൂഹതകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ പുതുതായിട്ട് പണി നടക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു രാധാകൃഷ്ണന്റെ ഭാര്യയുമായിട്ട് ഇയാൾ അടുപ്പത്തിലാകുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ ഇതിന്റെ സത്യം വെളിയിൽ വന്നു. അതായത് ഇതിന് പ്രേരണ കൊടുത്തത് ഇതേ രാധാകൃഷ്ണന് തന്നെ, അതായത് മരണപ്പെട്ട ഭർത്താവിന്റെ ഈ ഭാര്യ തന്നെയാണ്. സമാനമായ രീതി, അതായത് കാമുകനൊപ്പം ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. പക്ഷെ ഇതിൽ ഒരു കൊട്ടേഷൻ എന്നുള്ള വാക്ക് പോലീസ് പറയുന്നില്ല, പ്രേരണ കുറ്റമാണ്. പ്രേരിപ്പിച്ചു, അതായത് ഇല്ലാതാക്കിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് പ്രതി വിളിച്ചു വരുത്തി മുഖാമുഖം വെടിയുതിർത്ത് കൊലപ്പെടുത്തി. ഇപ്പോ സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഹണിമൂൺ കപ്പിളുടെ കാര്യം പറയുമ്പോഴേ 2 അന്തരങ്ങളൊരു കപ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് പഹൽഗാമില് ഹണിമൂണിന് പോയ ആ 7 ദിവസം തികഞ്ഞ നമ്മുടെ ആ പെൺകുട്ടിയുടെ മുഖം, സിന്ദൂർ എന്ന ഓപ്പറേഷൻ പോലും നമ്മുടെ മോദിയെ പ്രധാനമന്ത്രിയെ പേരിടിക്കാൻ കാരണക്കാരിയായവൾ, അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു നവവധുവിന്റെ, വിധവയായ ഒരു നവവധുവിന്റെ പ്രതീകമാണ്. അത് നമ്മളെ ദുരന്തത്തിന്റെ ഒരു വിരഹചിത്രം, അതായത് നമ്മളെ ഇന്ത്യക്കാരെ മുഴുവൻ കരയിപ്പിച്ച ഒരു ഹണിമൂൺ, സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്. അതായത് ഇന്ത്യക്കാരെ മുഴുവൻ കരയിപ്പിച്ച ഹിമാൻഷി ഇന്ത്യക്കാരെ മുഴുവൻ കരയിപ്പിച്ച ഒരു ഹണിമൂൺ പിക്ചർ ആയിരുന്നെങ്കിൽ, ഇത് ഇന്ത്യക്കാരെ മുഴുവൻ തലയിൽ കൈപ്പിച്ച, പേടിപ്പിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ ശപിക്കാൻ തോന്നുന്ന തരത്തിലുള്ള, അത് രണ്ടും സ്ത്രീകളാണല്ലേ, രണ്ടും 2 അന്തരങ്ങൾ. ഒന്ന് രാജ്യത്തിന്റെ അഭിമാനമായി മാറി, രാജ്യത്തിന്റെ ഒരു ഓപ്പറേഷൻ, ഒരു പേര് പോലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഒരിക്കലും ഇന്ത്യക്കാർ മറക്കാത്ത ഒരു പേരായി മാറുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പേരായി മാറുകയാണ് ഈ സോനം രഘുവംശിയുടെ, അല്ലേ? ഹിമാൻഷിയും സോനം രഘുവംശിയും 2 സ്ത്രീകളാണ്. അവരുടെ 2 പേരുടെയും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന അവരുടെ ഹണിമൂൺ പീരീഡിലാണ്. ഒന്ന് ഒരു എന്താ പറയുന്ന ഭർത്താവിന് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും രാജ്യത്തിന്റെ അഭിമാനമായി മാറിയവൾ, എന്നാൽ ഈ വശത്ത് രാജ്യത്തിന്റെ എന്നല്ല, കുടുംബത്തിന്റെ എന്നല്ല, മനുഷ്യകുലത്തിന് തന്നെ അപമാനമായി മാറിയവൾ, അല്ലെ? എന്തൊരു അന്തരങ്ങൾ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കണക്ക് തന്നെ എന്തായാലും കൃത്യമായിട്ട് തന്നെ എത്ര പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ പ്രതിയായിട്ട് തന്നെ വന്ന് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ പോലീസും അധികം വൈകാതെ തന്നെ അവരെ കണ്ടെത്തിയെന്നുള്ള കാര്യം മറ്റൊരു സത്യം. എന്തായാലും ഈ കാമുകനും വാടക കൊലയാളികളും അടക്കം 3 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഭാര്യ അടക്കം എനിക്കൊന്ന് 4 പേരാന്ന് തോന്നുന്നു. എന്തായാലും രാജ്യത്തെ നടക്കിയ ഈ ഒരു ഹണിമൂൺ മിസ്സിംഗ് അല്ലെങ്കിൽ ഹണിമൂൺ കൊലപാതകം എന്ന ആദ്യഘട്ടത്തിൽ നമ്മളും പോലീസുകാരും അടക്കം കരുതിയ കേസിൽ എല്ലാ ദുരൂഹതകളും മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നു. രാജാ രഘുവംശി എന്ന് പറയുന്ന ഇൻഡോർ സ്വദേശിയെ കൊലപ്പെടുത്തിയത് 24 വയസ്സുള്ള അയാളുടെ ഭാര്യ തന്നെയായിരുന്നു. കാമുവിനൊപ്പം സ്വസ്ഥമായി ജീവിക്കാനായിട്ട് രാജയുടെ ദേഹത്തുള്ള ആഭരണങ്ങളടക്കം തട്ടിയെടുത്തുകൊണ്ട് ജീവിക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്തായാലും എല്ലാ പദ്ധതികളും പോലീസ് കൃത്യമായിട്ട് തന്നെ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ടും അന്വേഷണം കൊണ്ടും അത് പൊളിഞ്ഞു എന്ന് വേണം പറയാൻ. ഇനി ബാക്കിയുള്ള കാലം സ്വസ്ഥമായിട്ട് ഈ പറഞ്ഞ കണക്ക് ഭാവി ചിന്തകളുമൊക്കെ ആയിട്ട് ജയിലിൽ, കാമുകനും ഒത്ത് കഴിഞ്ഞില്ലെങ്കിൽ പോലും കാമുകന്റെ ചിന്തകളിൽ ജയിലിൽ കഴിയാം. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിൽ ഭർത്താവിനെ ഇല്ലാതാക്കി കാമുവിനൊപ്പം ജീവിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഭാര്യമാർക്കൊരു പേടി സ്വപ്നമായി സോനത്തിന്റെ ചിത്രം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.